തീർച്ചയായും ഈ വിഷയത്തിൽ ബിജെപിക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പ്രതിരോധം അങ്ങനെ തന്നെയാണ്. അതാണ് സുരേന്ദ്രൻ ആ തരത്തിൽ പ്രതികരിച്ചതും. ബിജെപി പ്രതീക്ഷിച്ചിരുന്നതാണ് സന്ദീപ് ഒരു നീക്കം നടത്തും. പക്ഷേ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ആ നീക്കം അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, വോട്ടെടുപ്പിന് മുമ്പ് തന്നെ സന്ദീപ് ഒരു സസ്പെൻസ് രാഷ്ട്രീയ നീക്കം നടത്തുന്നു. അത് ബിജെപിയെ കുഴയ്ക്കുന്നു, കോൺഗ്രസിന് രാഷ്ട്രീയ നേട്ടമാകുന്നു എന്നതാണ് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് ചിത്രം. സന്ദീപിന്റെ വാക്കുകൾ ബിജെപിക്ക് എന്തായാലും കൃത്യമായി തന്നെ അവരെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കാരണം പാലക്കാട് ഈ ബലിദാനികളുടെ ഫോട്ടോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ വോട്ട് പിടിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ, ഇതടക്കമുള്ള നീക്കങ്ങൾ സന്ദീപ് നടത്തുമ്പോൾ സ്വാഭാവികമായത് ബിജെപി അണികൾക്കിടയിൽ, സംഘപരിവാർ അനുകൂലികൾക്കിടയിൽ ചർച്ചയാവട്ടെ എന്നത് തന്നെയാണ് സന്ദീപ് ലക്ഷ്യമിടുന്നത്. അത് സ്വാഭാവികമായും ആ തരത്തിൽ പ്രതിഫലിക്കും എന്നത് സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ പ്രതിഫലിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നതാണ് ബിജെപിക്ക് മുന്നിലുള്ള വെല്ലുവിളി. എന്തായാലും ബിജെപി ക്യാമ്പും കരുതലിലാണ്. കാരണം കൂടുതൽ പ്രതികരണം നടത്തി, സന്ദീപ് വാര്യർ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തി വിവാദത്തിലാവേണ്ടതില്ല എന്നതാണ് ബിജെപി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പ്രതികരണം അവസാനിപ്പിച്ച് കെ സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിലപാടെടുത്തതും. എന്തായാലും സന്ദീപിന്റെ രാഷ്ട്രീയ നീക്കം അത് പാലക്കാട്ട് മാറിമറിഞ്ഞ രാഷ്ട്രീയ സസ്പെൻസുകൾക്കിടയിലെ പുതിയൊരു നീക്കമായി കൂടി മാറുകയാണ്. നിരവധി നാടകീയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ CPM ക്യാമ്പിലേക്കായിരിക്കും സന്ദീപ് വരികയെന്ന് കരുതി, പിന്നീട് അത് CPIക്കുള്ളിലേക്കാണെന്ന് കരുതി. പക്ഷേ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നടത്തിയ നീക്കങ്ങളാണ് നമുക്കറിയാനാവുന്നത്. എങ്ങനെ സന്ദീപ് കോൺഗ്രസ് ക്യാമ്പിലെത്തി എന്ന ചോദ്യത്തിന് ഉത്തരം, സന്ദീപ് വിവാദ നീക്കം നടത്തുന്നതിന്റെ ആദ്യപടി തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. പുറമേക്ക് ഇടതുപക്ഷവുമായി ഒരു ചർച്ച നടത്തുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചെങ്കിലും കോൺഗ്രസ് നേതാക്കളുമായുള്ള ആശയവിനിമയം ശക്തമായി തന്നെ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാക്കളാട്ടെ രഹസ്യമായി തന്നെ ഈ വാർത്ത സൂക്ഷിച്ചു വെച്ചുകൊണ്ട് സന്ദീപുമായുള്ള ആശയവിനിമയം നടത്തുകയും ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിന് പരസ്യപ്രചരണം അവസാനിപ്പിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ ഇത്തരമൊരു പ്രഖ്യാപനവും നീക്കവും പരസ്യപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടി ബിജെപി ക്യാമ്പിൽ വലിയ അമ്പരപ്പുണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നതും. എന്തായാലും CPM എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നതും പ്രസക്തമാണ്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്ന് പാലക്കാട് പര്യടന പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ MV ഗോവിന്ദന്റെ പ്രതികരണം കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട്ടെ ത്രികോണ പോരാട്ടത്തിൽ ഏറ്റവും പുതിയ നീക്കമായി ഇത് മാറുന്നു എന്നതാണ്. സന്ദീപ് വാര്യർ തീർച്ചയായും ഒരു കോൺഗ്രസിന് നേട്ടമാണ്. അത് അവർക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയും. കാരണം പാലക്കാട്ടെ അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിയോഗി BJP ആണ്. ആ BJP ക്യാമ്പിന് അമ്പരപ്പ് സൃഷ്ടിക്കുന്ന നീക്കം കൂടിയായി ഈ സന്ദീപിന്റെ കൂറുമാറ്റം മാറുകയാണ്. തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട സാഹചര്യം. സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് മാറി കോൺഗ്രസിന്റെ തണലിൽ, അതും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. തെരഞ്ഞെടുപ്പ് സമയമാണ്. പാലക്കാട് BJP ഏറെ പ്രാധാന്യം കൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. അവരുടെ A ക്ലാസ് മണ്ഡലമായി എന്നും അവർ ആ തരത്തിൽ അതിനെ കണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിലായിരുന്നു BJP. ഇതിനിടയിലാണ് സന്ദീപ് ഇടയ്ക്ക് പിണക്കത്തിലായിരുന്നു. കഴിഞ്ഞ 9-ാം തീയതി മുതൽ മൗനത്തിലായിരുന്നു. കാര്യമായി ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. സന്ദീപിന്റെ നീക്കം എന്താണെന്ന് മാധ്യമപ്രവർത്തകരടക്കം വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. പാർട്ടി നടപടി 20-ന് ശേഷം സന്ദീപിന് എതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏതാണ്ടൊരു ധാരണയിലെത്തിയിരുന്നു BJP സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും എന്നാണ് മനസ്സിലാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. സന്ദീപ് ആ അപകടം മണത്തറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. കാരണം പുറത്താക്കിയതിനു ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. ഇത് നിശ്ചയിച്ചുകൊണ്ട് തന്നെയാണ് സന്ദീപ് അതിന് മുൻപ്, തെരഞ്ഞെടുപ്പിന് മുൻപ് 20-ാം തീയതിയാണ് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്, അതിന് മുൻപ് അവിടെ എത്തുകയും ഈ കോൺഗ്രസിന്റെ ഭാഗമാവുക എന്ന് നിശ്ചയിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം സന്ദീപ് വാര്യരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സന്ദീപ് കോൺഗ്രസിന്റെ പാളയത്തിൽ പ്രതിപക്ഷ നേതാവിനും VD സതീശനും KPC അധ്യക്ഷനുമൊപ്പം സന്ദീപ് മാധ്യമങ്ങളെ കാണുന്നു. കെ സുരേന്ദ്രനെതിരെ അതിശക്തമായ ഭാഷയിൽ വിമർശനമുണ്ടാകുന്നു. പാലക്കാട്ട് എന്തുകൊണ്ട് BJPയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം സന്ദീപ് മുന്നോട്ട് വെക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിക്കെതിരെയും വിമർശനം തുടരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സന്ദീപ് വാര്യർ BJPയുടെ ഭാഗമാകുമ്പോൾ, കോൺഗ്രസിന്റെ ഭാഗമാകുമ്പോൾ യാതൊരു സംശയവുമില്ല BJPക്ക് അത് വലിയ തിരിച്ചടിയാണ്. കടുത്ത തിരിച്ചടി BJPക്ക് സംഭവിക്കുന്ന കാര്യം കൂടിയാണ്. പക്ഷേ കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, പറയുന്നത് അപ്രസക്തനായ ആളാണ് സന്ദീപ് വാര്യർ. അപ്രസക്തമായ വിഷയമാണ്, രാഷ്ട്രീയ തിരക്കഥയുടെ ഭാഗമാണ്. നേരത്തെ തന്നെ ഈ തിരക്കഥ ഒരുങ്ങിയിരുന്നു എന്നാണ്
സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. സന്ദീപിനെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ സാഹചര്യം കൂടി വിശദീകരിക്കാൻ സുരേന്ദ്രൻ തയ്യാറായിരുന്നു. പക്ഷെ അത് പരസ്യമായി പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ മാന്യതല്ല എന്ന് കൂടി പറയുന്നു. കേവലം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യത്തിൽ കൊണ്ട് മാത്രമല്ല സന്ദീപിനെ മാറ്റി നിർത്തിയത് എന്നും സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ചില കാര്യങ്ങൾ സന്ദീപുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്ക് ജനങ്ങളെ അറിയിക്കാനുണ്ട്. പക്ഷെ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും വലിയ രാഷ്ട്രീയ നീക്കമാണ് സന്ദീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അല്പം മുമ്പാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC അധ്യക്ഷനും ചേർന്ന് സന്ദീപിനെ കോൺഗ്രസിന്റെ ഭാഗമാക്കുന്നത്. അതിനുശേഷം അവർ മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ശ്രീകണ്ഠൻ MP-യുടെ സാന്നിധ്യം, പാലക്കാട് MP ശ്രീകണ്ഠന്റെ സാന്നിധ്യവും അവിടെയുണ്ട്. KPCC അധ്യക്ഷൻ ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, MP-മാരുടെ സാന്നിധ്യം അവിടെയുണ്ട്. ദീപാദാസ് മുൻഷി, ഹൈക്കമാൻഡിന്റെ കേരളത്തിന് ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും അവിടെയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എന്ത് പോസ്റ്റാണ് സന്ദീപിന് കോൺഗ്രസിൽ നൽകുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സന്ദീപ് വാര്യർക്ക് എന്തു സ്ഥാനമാണ് കോൺഗ്രസിൽ ലഭിക്കുക? താൻ സാധാരണ പ്രവർത്തകനായിരിക്കും എന്ന് പറയുമ്പോഴും വളരെ കൃത്യമായി തന്നെ സന്ദീപിന് പ്ലേസ് ചെയ്യേണ്ടി വരും. അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിൽ തന്നെ, കാരണം ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സന്ദീപ് വാര്യർ. സ്വാഭാവികമായും ആ തരത്തിലുള്ള ഒരു പദവിയിലേക്ക് സന്ദീപ് വാര്യരെ ബി.ജെ.പിക്ക് കോൺഗ്രസിന് എത്തിക്കേണ്ടി വരും. അതെന്തായിരിക്കും എന്ന കാര്യം കൂടി നമ്മളിനി കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, ചടുലമായ നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സജിത്ത്, ഇനി ഇത് പാലക്കാട് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്ന കാര്യമാണ് സജിത്ത് കാത്തിരുന്ന് കാണേണ്ടത്. പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ഈ മാറ്റം എങ്ങനെ ബാധിക്കുമെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺഗ്രസ് വലിയ പോരാട്ടം നടത്തുന്ന സ്ഥലമാണ്. ഏതായാലും ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പ്ലസ് ആണ്. ഏറ്റവും ഒടുവിൽ സന്ദീപിനെ എത്തിക്കുന്ന കാര്യത്തിൽ പ്ലസ് ആണ്. പലവിധ അനുകൂല ഘടകങ്ങൾ പാലക്കാട് കോൺഗ്രസിലുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ഒടുവിൽ നടന്ന രാത്രി നാടകം വരെ, അതിനുശേഷം ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് കൂടി ഒപ്പം വരുമ്പോൾ ചെറിയൊരു ചലനം പാലക്കാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല. ഒരു തർക്കവുമില്ല. ആ കാര്യത്തിൽ വലിയ ചർച്ച പാലക്കാട് മാറുമെന്ന കാര്യത്തിൽ. എന്തായാലും സന്ദീപിന്റെ കൂറുമാറ്റവും ഇരട്ട വോട്ട് വിവാദവും ഒക്കെയാണ് അവസാന ദിവസം ഈ പാലക്കാട് രാഷ്ട്രീയത്തെ നിർണായകമാക്കുക. എന്തായാലും പാലക്കാട് തുടക്കം മുതൽ കളം നിറഞ്ഞ് കളിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. നിരവധി സസ്പെൻസുകൾ നിറഞ്ഞ രാഷ്ട്രീയ നീക്കം, ചടുലമായ നീക്കം, പരമ്പരാഗതമായ കോൺഗ്രസിന്റെ ശൈലിക്കപ്പുറമുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലെത്തതാണ് ഈ സന്ദീപിനെ സ്വന്തം ചേരിയിലെത്തിക്കുക എന്ന നീക്കം.